ഇന്ന് സെല്ലുലോയിഡിൽ നമ്മുടെ കൂടെ ഉള്ളത് ക്ലാ ക്ലാ ക്ലിക്ലി നെസ്രിയെ തിരിഞ്ഞു നോക്കി എന്ന പുതിയ സിനിമയുടെ ക്രൂ മെമ്പേഴ്സാണ്. ഞാൻ ഒന്നാമത് കഴിഞ്ഞു മാറി നിൽക്കണത്തൊരു ഒരാഴ്ചയോളം എൻ്റെ പിന്നെ കിട്ടാൻ വേണ്ടി പിടിച്ചു തന്നെ. അപ്പോൾ ഞാൻ ഓരോ ഗ്യാപ്പിട്ട് ലാസ്റ്റ് രണ്ടോളം വന്ന് ഇങ്ങനെ സംസാരിച്ച് നിർബന്ധം. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പറ്റുമോ വേണ്ട. നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് വിളിച്ചിട്ട് അതിൽ എനിക്ക് വേഷമുണ്ടോ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആരാ? ഇല്ല ആകെ വെറുതെ ഇവര് രണ്ട് നായികമാരെ കുറിച്ച് എടുത്തു പറയണം. സുന്ദരികളാണ് രണ്ടുപേരും. പറഞ്ഞു അല്ലെങ്കിൽ തന്നെ തലേ കയറാണ് ഇരുന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടിട്ട് അവസാനം നമ്മളൊക്കെ എവിടെയും ലൊക്കേഷനിലൊക്കെ പോയാൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആവും. ഇതിങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ നോക്കിയിരുന്നിട്ടൊക്കെ ഇല്ല. ഇപ്പൊ ഷൂട്ടിന് ഞാൻ റൂമിൽ കിടന്നുറങ്ങും. അന്നൊക്കെ നമ്മള് ഫുഡ് കഴിക്കുക ഉറങ്ങാന്നുള്ളതാണ് തുടരുന്നുണ്ട്. ചേട്ടൻ അന്ന് മനസ്സിൽ കുറിച്ചിട്ടു ഈ സിനിമ ഞാൻ ചെയ്തു, ഞാൻ ഈ സിനിമ തൂക്കും എന്ന് ഞാൻ സ്വയം അവകാശപ്പെടുന്നു. ഹായ് ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഞാൻ ജസ്മി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, ഇന്ന് സെല്ലുലോയിഡിൽ നമ്മുടെ കൂടെ ഉള്ളത് ക്ലാ ക്ലാ ക്ലിക്ലി നെസ്രിയെ തിരിഞ്ഞു നോക്കി എന്ന പുതിയ സിനിമയുടെ ക്രൂ മെമ്പേഴ്സാണ്. വെൽക്കം. ആദ്യം തന്നെ സിനിമയുടെ പേരിനെ കുറിച്ചിട്ട് എനിക്കറിയാൻ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട്. ഇങ്ങനൊരു പേരിലേക്ക് എത്തിയതിനെ കുറിച്ചിട്ട് സാർ ഒന്ന് പറയുമോ? ആദ്യമേ നമുക്ക് ആ പേരാണ് ക്യാച്ച് ആയത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര്? എല്ലാവരും ക്യാച്ചിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ പേരിട്ടത്. അതാണ് ആദ്യം പറയാനുള്ളത്. കാരണം അപ്പോൾ സാധാരണ ചെറിയ പേരുകളൊക്കെ ഇങ്ങനെ ധാരാളം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊന്നും മാറ്റം കിട്ടണം, പെട്ടെന്ന് നമ്മളെന്ന് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ പേരിട്ടിരിക്കുന്നത്. ഈ പേരിന് OG നെസ്രിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അല്ല, അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾ വരുന്നോണ്ട് ചോദിച്ചതാണ്. അല്ല, അതൊരു പബ്ലിസിറ്റിക്കാനൊക്കെ കിടന്നോട്ടെ അല്ലേ? സിനിമ കണ്ടിട്ട് പറയാം. സിനിമ കണ്ടിട്ട് സസ്പെൻസാണ്. സാറിൻ്റെ ആദ്യത്തെ സിനിമയല്ല, പക്ഷെ ഇതിനു മുമ്പ് വന്ന സിനിമകളിലൊക്കെ ഈ പേരുകളിലൊരു വ്യത്യസ്തത ഉണ്ട് അല്ലേ? ഇപ്പോൾ നോട്ടി പ്രൊഫസർ, നീലാംബരി പോലത്തെ, ഇപ്പോൾ കഴിഞ്ഞ തവണ ഇറങ്ങിയ ഒരുമ്പെട്ടവൻ പോലത്തെ സിനിമകളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു അതിൽ തന്നെ ഒരു മെയിൻ ക്യാരക്ടർ നമ്മുടെ നായകൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇതിൽ പ്രേക്ഷകർക്ക് അറിയുമോയെന്ന് അറിയില്ല, എന്നാലും ഒരു വ്യത്യസ്തമായ ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട്. ഇവർ അച്ഛനും മോനുമാണ് അല്ലേ? വ്യത്യസ്തമായൊരു കാര്യമുണ്ട്, ഇവർ അച്ഛനും മകനും. ഞങ്ങൾ ഇന്നാണ് അച്ഛനും മകനും ആയത്. അല്ല, അങ്ങനെയല്ല. അത് എൻ്റെ നീലാംബരിയിൽ മുതൽ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടിയിൽ ബാലതാരമായിട്ട് അഭിനയിച്ചാൽ അതിലൊരു വേഷം തന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഒരു ക്യാരക്ടറിന്റെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുണ്ട്. അത് അന്ന് കരഞ്ഞ് പറഞ്ഞപ്പോഴാണ് തൽക്കാലം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ അഭിനയിപ്പിച്ച്. പിന്നെയാണ് ഈ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ഒരുമ്പെട്ടവനിലാണ് അഭിനയിക്കാൻ വിചാരിച്ചിട്ടല്ല ഒരുമ്പെട്ടവനിൽ വന്നത്. പക്ഷേ അതിലും അതെ, യാദൃശ്യമായിട്ട് അതിൽ AD ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് കയറി വന്നത്. പിന്നെ ഇതിൽ ഒബ്വിയസ്ലി നമ്മൾ ഇത് പ്ലാൻഡാണ്. ഇത് നേരത്തെ നമ്മൾ സ്ക്രിപ്റ്റ് ചർച്ചകളിലും എല്ലാത്തിലും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവൻ തന്നെ ചെയ്തോട്ടെ, ഗൗതം തന്നെ ചെയ്തോട്ടെ എന്നുള്ളതിൽ ഇതായി പ്ലാൻ ചെയ്തു. ഈ അഭിനയമോഹി ആയിരുന്നോ തുടക്കം മുതലേ? തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടം അഭിനയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ ആയിരുന്നു ആദ്യത്തെ സിനിമ അനുഭവങ്ങളൊക്കെ? ഫസ്റ്റ് നീലാംബരി എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛൻ ചെയ്ത സിനിമയിൽ തന്നെയാണ്. അത് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് വീട്ടിൽ കിടന്ന് നമ്മളിങ്ങനെ വെറുപ്പിക്കുമല്ലോ. വെറുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പറയും ശരി എന്നാൽ ഈ ചെയ്യുന്നതിൽ ഇങ്ങനത്തെ സാധനം തരാം. അങ്ങനെയാണ് നീലാംബരി ഇതിൽ ഫസ്റ്റ് തരുന്നത്. പക്ഷെ തരുന്നതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിൽ 2 സീൻ എനിക്ക് തന്നിട്ട് എന്നോട് ശരി വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ ഇതിന്റെ ഷൂട്ടിന്റെ സമയത്ത് എപ്പോഴെങ്കിലും അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ പൊക്കോ? ഇല്ല, കാരണം ഇത് ആക്ച്വലി ഇതെന്താ പറയുക, ഇതിന്റെ പ്രൊഡക്ഷൻ ഞാനും നമ്മുടെ ഗോപും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മളവിടെ ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടാക്കി വിട്ടേനെ. സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാർക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ നിസാർക്ക് തന്നെയാണ്. അതെ, ഇപ്പൊ നമുക്കറിയാം മമ്മൂക്കോ എന്ന് പറഞ്ഞൊരു കലാകാരനെ നമ്മൾ ആരും ഒരു കാലത്തും മറക്കില്ല. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് മലയാള സിനിമയിലില്ല. പക്ഷെ നിസാർക്ക് അത് നികത്തുന്നാണ് പരക്കൊരു പറച്ചില്. അങ്ങനെയാണോ? അത് ഹരിയേട്ടൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ഒന്നാമത് കഴിഞ്ഞു മാറി നിൽക്കണത്തൊരു ഒരാഴ്ചയോളം എൻ്റെ പിന്നെ കിട്ടാൻ വേണ്ടി പിടിച്ചു തന്നെ. അപ്പോൾ ഞാൻ ഓരോ ഗ്യാപ്പിട്ട് ലാസ്റ്റ് രണ്ടോളം വന്ന് ഇങ്ങനെ സംസാരിച്ച് നിർബന്ധം. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പറ്റുമോ വേണ്ട,
അല്ല കൂടെ വന്നാൽ മതി, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്നാണ്. അപ്പം ഹരിയേട്ടൻ ഒരുപാട് എന്തൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞ് ഞാനേ ചെയ്ത്. കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. സാധാരണ നമ്മൾ ചെയ്തൊരു വേഷമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല, ഒരു ചടുപ്പ് മാതിരിയൊക്കെ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് വിളിച്ചിട്ട് എനിക്ക് വേഷമുണ്ടോ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആരാ? ഇല്ല അത് ശരിക്കും പറഞ്ഞു ചെയ്യൂ. അത് ഒരുപട്ടവൻ ചെയ്യുമ്പോൾ എന്നോട് അതിൽ 2 സീനാണ്, അപ്പൊ അത് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു സാറിന്റെ മുന്നത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ഇത് വേണ്ട, അത് പോലീസായിട്ടായിരുന്നു, അത് വേണ്ട നമുക്ക് വേറെ സാധനം ഉണ്ട് ചെയ്യാന്ന്. അങ്ങനെ ഹരിയേട്ടൻ അന്ന് മനസ്സിൽ കുറിച്ചിട്ടു ഈ സിനിമ ഞാൻ ചെയ്തു. ഞാൻ ഈ സിനിമ തൂക്കും എന്ന് ഞാൻ സ്വയം അവകാശപ്പെടുന്നു. ഇപ്പൊ നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അതിലെ കോമഡി രംഗ മുഴുനീള ഹാസ്യതാരമായിട്ടാണ് നിസാർക്ക് അതിലുള്ളത്. അപ്പൊ അതില് ഉപ്പാന്റെ ഒരു റിസംബ്ലൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡയലോഗിലാണെന്നുണ്ടെങ്കിലൊക്കെ. അപ്പൊ ആ ഒരു ശൈലി പിടിച്ചിട്ട് തന്നെ ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ പോവാം, അങ്ങനെ ഒരു ഇതിലാണോ? അത് കിട്ടുന്നതിനനുസരിച്ച് ഏത് കഥാപാത്രം കിട്ടിയാലും പറ്റണമെങ്കിൽ ചെയ്യാം. ഇത് പിന്നെ എന്നോട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ അതിൽ കോമഡി ആയിട്ട് വേറൊരു ആക്ഷനായിട്ട് ആ സാധനമൊന്നുമില്ല. അതിലൊരു ക്യാരക്ടർ തന്നെ, ആ ക്യാരക്ടർ കൃത്യമായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ ചെയ്ത് തീർത്താം. അപ്പം അതിൽ വരുന്ന ചിലപ്പോൾ ഇപ്പൻ്റെ ഒക്കെ പറയുമ്പോൾ ഇപ്പൻ്റെ ഒരു പെരുമാറ്റം പോലെ തോന്നും. അത് ആ ക്യാരക്ടറിൽ തന്നെ ഉണ്ട്, ഒരു കോമഡി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാണ്ട് നമ്മൾ അതിന് വേണ്ടി കോമഡിക്ക് വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നതല്ല. ആ കഥാപാത്രം ഒരു കോമഡി ആ റൂട്ടിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ മാമുക്കോയെ നമുക്ക് പണ്ട് മുതലേ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ അന്ന് മുതലേ അറിയുന്നതാണ്. അപ്പോൾ പിന്നെ നിസാറിനെ ഒരുപാട് കാലമായിട്ടില്ല പരിചയപ്പെട്ടിട്ട്, പക്ഷേ നിസാർ പൊളിയാണ്. ഇവര് 2 നായികമാരെ കുറിച്ച് എടുത്തു പറയണം. സുന്ദരികളാണ് രണ്ടുപേരും. ആദ്യമേ നോട്ട് ചെയ്തത് സമാധാനിച്ചോട്ടെ പറഞ്ഞ അല്ലെങ്കിൽ തന്നെ തലേ കയറാണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ് കയറ്റിയിട്ട് അവസാനം വെറുതെ പറഞ്ഞ. ഇപ്പോൾ ദിവ്യൊക്കെ ഓൾറെഡി തമിഴ് സിനിമയിലൂടെ കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നപ്പോൾ ഒരു പ്രധാന വേഷത്തിലേക്കാണല്ലോ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, തമിഴ് സിനിമയിൽ നിന്ന് മലയാളത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു അഭിനയത്തിലോ മാറ്റം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയലോഗ്സിൽ അഭിനയം ശൈലിയിലൊക്കെ ഒരു മാറ്റം വേണമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ? തമിഴിൽ നിന്ന് വരുന്നതാണ്. ഭാഷ കൺവേർട്ട് ആവാൻ ഒരുപാട് ബുദ്ധിമുട്ടി. തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഗ്യാപ്പ് അത് ഭയങ്കര ബുദ്ധിമുട്ടി. മലയാളം ആവാനുള്ള നമുക്ക് തമിഴ് ഭയങ്കര ഇതായിപ്പോയി. അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ സെറ്റായി. അങ്ങനെ കുറച്ച് തമിഴിന് പറയല്ലേ വർത്തിന് വന്ന സമയത്ത്. തമിഴില് അവരെനിക്ക് ഡയലോഗ് തന്ന് അവർ അതന്നെ മോഡുലേഷൻ പറഞ്ഞു തന്ന് അവർ ചെയ്യിപ്പിച്ചെടുത്തു. ഇത് ഡയറക്ടർ സാർ ചെയ്യിപ്പിച്ചെടുത്തു. ഇപ്പോൾ ഇതൊരു കോമഡി ത്രില്ലർ എന്നുള്ള രീതിക്കൊക്കെയാണ് ഗൂഗിളിൽ കണ്ടത്. ശരിക്കും കോമഡി അല്ലെങ്കിൽ റൊമാൻറ്റിക് ത്രില്ലർ ആ രീതിക്ക് തന്നെയാണോ സിനിമ മുന്നോട്ട്? ത്രില്ലർ അല്ല പടം ഒരു റൊമാൻസ് കോമഡി. അതായത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ പ്രണയമാണ്, പക്ഷേ പ്രണയത്തിനേക്കാളും കൂടുതൽ അതിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് കോമഡിയാണ്. കോമഡികളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് മെയിൻ ത്രൂ ഔട്ട് ഇരിക്കുന്ന മുതലാ പോയിരിക്കുന്നത്. പിന്നെ 2 പേരും കൂടി ഉണ്ട്, ഒരു സുരേന്ദ്രൻ കാളിയത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൃഷ്ണനുണ്ണി എന്ന് പറഞ്ഞിട്ട് 2 പേരാണ് പുള്ളിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ കൂടെ പിടിച്ച് പോയിരിക്കുന്നത്. കോമഡി റൊമാൻസ് ആണ്, ത്രില്ലർ ഇല്ല. ഇതിൽ പുതുമുഖങ്ങൾ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? പുതുമുഖങ്ങൾ എന്ന് വെച്ചാൽ നിസാർ പുതിയ ആളാണ്. എല്ലാവരും പുതുമുഖങ്ങളും അതില് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ അറിയുന്നുള്ളൂ. ഇപ്പൊ മരിച്ച സമയത്തുള്ള ചെറിയതൊക്കെ ഉള്ളൂ. സിനിമയിൽ അഭിനയിക്കാൻ ശരിക്കും ഫസ്റ്റ് പടാതല്ലേ. ശരിക്കും നിസാർക്ക് പണ്ട് ഉപ്പാന്റെ കൂടെ ഒക്കെ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ പോവും. ഞാൻ പിന്നെ റൂമിൽ കിടന്നു ഉപ്പ ഷൂട്ടിന് പോകും. ഭയങ്കര ബോറ് പരിപാടിയല്ലേ. പ്രൊഡക്ഷൻ ഫുഡ് ഇങ്ങനെ വരും. കൂടും. നമ്മളൊക്കെ എവിടെയും ലൊക്കേഷനിലൊക്കെ പോയാൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആവും. ഇതിങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ നോക്കിയിരുന്നിട്ടൊക്കെ ഉപ്പ ഷൂട്ടിന് പോകും, ഞാൻ റൂമിൽ കിടന്നുറങ്ങും. അന്നൊക്കെ നമ്മള് ഫുഡ് കഴിക്കുക മെയിനായിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാന്നുള്ള മെയിനായിട്ട്. എന്തായാലും റെസ്റ്റ് ചെയ്യാനുള്ളതല്ലോ, നീണ്ട റെസ്റ്റ്. ഇതിന്റെ ലൊക്കേഷനിൽ കുറെ റെസ്റ്റ് ചെയ്തോ? ഷൂട്ടിന്റെ ഗ്യാപ്പിനൊക്കെ കിട്ടണ സമയത്തൊക്കെ കിടന്നുറങ്ങും. രാത്രി വർത്തനെ പറഞ്ഞിരിക്കും. ഇതിനു മുമ്പ് ഇതുപോലെ സിനിമയിൽ ഓഫറുകൾ വരിക അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുറെ ചെറുമാതിരൊക്കെ പറഞ്ഞൊക്കെ ഒഴിഞ്ഞു പോയതാ. കാര്യമായിട്ട് ശരിക്കും സിനിമ എന്ന് പറയുന്ന സെറ്റപ്പിൽ കാര്യമായിട്ട് തന്നെ ശരിക്കും നിർബന്ധിച്ച് ആ പറഞ്ഞത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് തന്നെ അങ്ങനെ വന്നു. ആ ഒരുമ്പട്ടവന് കഴിഞ്ഞപ്പോഴുള്ള ആ ബന്ധത്തിൽ ഗൗതമിനെ പോലെ സിനിമാ മോഹിയല്ലേ? അല്ല, അവനൊരു പാഷനായിട്ട്. ഓന് അച്ഛന് ഓൾറെഡി സംവിധായകനാണ്, ചെറുതിലെ കാണുന്നുണ്ട്. എൻ്റെ അമ്മ അതും അഭിനയിക്കാൻ അറിയും. അമ്മ അച്ഛനും പ്രേമിച്ച കല്യാണം കഴിച്ചേ. അപ്പൊ ആ പ്രണയമൊക്കെ വന്നിട്ട് ശീലിച്ചത് കൊണ്ടുള്ള അതല്ല രസം. ഞാനിത് കണ്ടോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ മാമുക്കോയൊക്കെ അഭിനയിച്ചോണ്ടിരിക്കല്ലേ? അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ കാണിച്ചു തരല്ലേ, ഇതേ കാണില്ലല്ലോ, പുറത്തു പോയിട്ടല്ലേ. അങ്ങനെ അമ്മയും അച്ഛനും പ്രേമിക്കുന്ന അങ്ങനെ ആ കല എല്ലാം കൂടി കണ്ട്
അമ്മയച്ഛനും പ്രേമിക്കാം അതും കണ്ടു. കല്യാണത്തിന്റെ മുന്നേ ഉള്ളത് കല്യാണത്തിന് മുന്നല്ല പ്രേമിക്കുന്നത് ശേഷം ചെറുതിലെ കാണുന്നുണ്ടല്ലോ ഇവര് കവിത ഒക്കെ എഴുതി പ്രേമിച്ചാന്നൊക്കെ പറഞ്ഞേക്കുണ്ട്, അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു ഭാഗല്ലേ, കലന്റെ ഭാഗല്ലേ. അച്ഛൻ ലൊക്കേഷനിൽ സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛനായിട്ടാണെന്ന് ഡയറക്റ്റ് ആയിട്ടാണ്. ഓഫ് കോഴ്സ് ഡയറക്ടർ ആയിട്ട് തന്നെ ആയിരിക്കുമല്ലോ നിൽക്കുക. ഡയറക്ടറായിട്ട് ത്രൂ ഔട്ട് അങ്ങനെയാണ് പുള്ളി ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഈ കഥ നെറേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ കഥ. റൊമാൻസ് ഒക്കെ ചെയ്യാൻ എളുപ്പമായിരുന്നു നമുക്ക്. ഞാൻ കേട്ടിട്ടുണ്ട് കുറെ പേർക്ക് ഈ തമാശ കൈകാര്യം ചെയ്യാനും റൊമാൻസ് കൈകാര്യം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയും. സാധാരണ രീതിക്ക് അഭിനയിച്ച് പോണ പോലെ അല്ല എന്നുള്ളത്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഏറ്റവും രസം നമുക്ക് ചെയ്യാൻ വില്ലൻ വേഷങ്ങളാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധനം ചെയ്യാൻ. കാരണം കഴിഞ്ഞ പടത്തിൽ വില്ലൻ ചെയ്തപ്പോൾ ഫുൾ കംപ്ലീറ്റ് മേക്ക് ഓവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബംഗാളി ആയിട്ടാണ് കഴിഞ്ഞ പടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഒബിയസ്ലി അത് ചെയ്തു വരുമ്പോഴുള്ള ഇത് നമ്മൾ നായകന്റെ ചെയ്യുമ്പോൾ അത്ര കുഴപ്പമില്ല. പക്ഷെ നായകന്റെ ആകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലേക്കും നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകണം. അപ്പോൾ മൈൻഡ് സെക്കൻഡ്സ് കൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു ഇതുള്ളത് കൊണ്ടുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ എപ്പോഴും നമുക്ക് പറഞ്ഞു തരും. ഷൂട്ട് മൊത്തം കഴിഞ്ഞ് കിടക്കാൻ പോകുന്ന നേരത്താണെങ്കിലും പുള്ളി വിളിച്ചിട്ട് എന്നോട് പറയും, എടാ ഇങ്ങനെയാണ് ആ സംഭവം, നാളേക്ക് ഇതാണെന്നുള്ളതെല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പിറ്റേ ദിവസം വന്ന് തെറ്റിക്കും, സ്വാഭാവികം. ഞാൻ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇവരിൽ ആരെങ്കിലും അങ്ങനെ കുറേ ടേക്ക് പോയിട്ട് അല്ല ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കാം. ഞങ്ങളെല്ലാവരും കൂടി 80 ദിവസമായിട്ടാ പണിയെടുത്ത്. ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തത് 40 ദിവസം, 40 days ആയിരുന്നു ഷൂട്ട്. 60 ദിവസം. കൂട്ടി പറയണ്ട, 35 35 ദിവസം ദിവസം ഷൂട്ട് ഇതാക്കിയത്. പിന്നെ അതൊരു 80 ദിവസത്തേക്കൊക്കെ അല്ലേ. ആരായിരുന്നു ഇവനോട് എന്താ ചോദിക്കണേ? അതെ, മറന്നു വരുത്. ഗോപകുമാർ, പേര് ഗോപകുമാർ എന്നാണ്. ഗോപുആർ കൃഷ്ണ എന്ന് പേരിട്ട് കൊടുത്ത് ആ പേര് വലിയ മാറ്റി ഗോപുആർ കൃഷ്ണ എന്നാക്കി. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്തോ അല്ലേ. പിന്നെ അതിന് നല്ലൊരു കഥാപാത്രം ചെയ്തിരിക്കണം, ഒരു ചെറിയ വില്ലൻ സൈഡുള്ള ഒരു സാധനം. കാണണമായിരുന്നില്ല, ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ആവശ്യക്കാരുണ്ട് കൊടുക്കും, കെട്ടിക്കാൻ വെച്ചതാണ്. ഈ സിനിമ അങ്ങോട്ട് കഴിയട്ടെ, ഈ സിനിമ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് എന്തെങ്കിലും ആയിട്ട് കെട്ടാം എന്നുള്ള മോഹത്തിലാണ്. അപ്പൊ 60 കഴിയൂല. അപ്പൊ 60 കഴിയുമെന്ന് സിനിമ നടനായിട്ട് കല്യാണം കഴിക്കാൻ പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നിസാറിന്റെ സിനിമ നടനായിട്ട് ക്ലോസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ആര്യേട്ടാ ഇത് ക്ലോസ് ആണോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കാര്യം. ആരെങ്കിലും കണ്ടിട്ട് മോഹിച്ചിട്ട് ഇങ്ങനെ വരികയാണെങ്കിലോ മറ്റേ സിനിമാ നടനായിട്ട് പെണ്ണിട്ടുള്ളൂ. അപ്പൊ പിന്നെ നടക്കുമെന്നുള്ളതിന്റെ സംശയമാണ്. ആയിട്ടേ കിട്ടുള്ളൂ, ഇത് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ ഗോകുവിൻ്റെ കാര്യം പറഞ്ഞു, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണെന്നൊക്കെ പറഞ്ഞ് സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തു. അപ്പോൾ ഈ ആക്ടറായിട്ട് നിൽക്കുന്നതാണോ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുമ്പോഴാണോ ബുദ്ധിമുട്ട് വന്നത്? രണ്ടും സിമ്പിളാ. ലാലേട്ടനൊക്കെ രണ്ടും സിമ്പിളാ, വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. പറഞ്ഞോട്. കഴിഞ്ഞ സിനിമയിലും ഉറുമ്പട്ടവനകത്തും ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൗതമന്റെ ഫ്രണ്ടാണ്, അത് ഹരിതാർമാരായിരുന്നു ഉറുമ്പട്ടവന്റെ ഡയറക്ടർ. അപ്പോൾ അതിനകത്തൊരു കുഞ്ഞു ചെറിയൊരു ജൂനിയർ റോൾ അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസായിട്ട് ഇതേ കൂടെ. ഒട്ടുമിക്ക സിനിമകളിലും ഈ കുഞ്ഞു റോളാണെന്ന് പറഞ്ഞ് ഇന്റർവ്യൂലൊക്കെ പറയുന്ന ആൾക്കാരാണ് പിന്നീട് വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള ആളായിട്ടൊക്കെ മാറുന്നത്. ഈ ഓഡിഷനിലൂടെ വന്നിട്ടുള്ളതാണ് ഇവരൊക്കെ കഴിഞ്ഞ വർക്കിലായാലും പ്രായം. അപ്പോൾ അതിൽ നമുക്ക് അവർക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു ഫേക്ക് ഓഡിഷൻ പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന പരിപാടിയല്ല. ഇവരെല്ലാവരും അതെ. വൈകിയൊക്കെ അല്ല, ദിവ്യൊക്കെ ഓഡിഷനെന്ന് വന്നിങ്ങനെ ആകെ അല്ലേ. ഈ ഓഡിഷന്റെ കഥ ഒന്ന് പറഞ്ഞു തരും. ഇപ്പോൾ സാർ അങ്ങനെ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നാണ് സാർ പറഞ്ഞത്. ഓഡിഷന്റെ ആ ഒരു പോർഷൻ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഇപ്പൊ സ്വാഭാവികമായിട്ടും പറയുന്നത് അഭിനയിച്ച് കാണിക്കണം. ദിവ്യ ഓഡിഷന് വന്നപ്പോ അന്ന് ഗോപുവിന്റെ ഓഡിഷൻ ഓൾറെഡി നേരത്തെ കഴിഞ്ഞു. ഗോപുവിനെ തീർത്ത് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഓഡിഷൻ ചെയ്ത് ഓക്കെ ഇന്ന ക്യാരക്ടർ ചെയ്യാൻ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പൊ ഓഡിഷന്റെ അന്ന് ഞങ്ങൾ പറഞ്ഞു, ഗോപു ഒരു കാര്യം ചെയ്യും, നീ ക്യാമറ കൺട്രോൾ ചെയ്യും, നമ്മൾ ആൾക്കാർ വരുന്ന സമയത്ത് നീ അത് നോക്കുക, അപ്പൊ നിനക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ദിവ്യ ഓഡീഷന് വന്ന് പോയതിനു ശേഷം പിന്നെ ഗോപു താഴെ ഇരുന്ന് ചിരിയാണ്. എന്താ കാര്യം പറ. ഒരാളെ നൈസായിട്ട് തട്ടിയിട്ടാണ് സിനിമയിലേക്ക് കയറിയത്. കൊലപാതകത്തിന് വരെ ഞങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയണ്ട, മോശം. ഞാൻ അറിയിച്ചാകെ അതെ അതെ പേഴ്സണലായിട്ട് വെറുപ്പുണ്ടാവും. ഒരു ടാസ്ക് കൊടുത്തതാ, നമ്മളൊരു മീൻ വിൽക്കുന്ന ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡയറക്ടറും അസോസിയേറ്റും കൂടിയിട്ട്. ഒന്ന് കാണിച്ചൂടെ? അങ്ങനെ പറയില്ല.
അതിൽ മീനിന്റെ വില ഒരാളോട് പറയാൻ വേണ്ടി പറഞ്ഞത്. അയാളോട് വില പറഞ്ഞു, അയാൾ വീണു മരിച്ചു. ഒന്ന് പറഞ്ഞു അത് എനിക്ക് അപ്പം അറിയത്തില്ല അതിനെന്താ ചെയ്യുന്നതെന്ന്. ഇവര് കൗണ്ടർ പറയും, ഞാൻ അതെന്ത് ചെയ്യും. അപ്പൊ ഓഡിഷൻ മുതലേ ഇവർ ഇങ്ങനെയായിരുന്നു, ഈ ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അഫ്കോഴ്സ് ലൊക്കേഷനിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ലൊക്കേഷനിൽ ഇതിലും കൂടുതൽ വന്നായിരുന്നു. സെയിം ഞങ്ങളുടെ കൂടുതൽ ചെറുത് അവളാ, വൈകിയ. അപ്പോൾ കൂടെ ആക്ട് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ വോയിസ് ഉണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തു. സൂപ്പറായിട്ടായിരുന്നു. അല്ല, അതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഓഡിഷന്റെ കാര്യമാണ്. എന്താ സംഭവിച്ചത്? വിശദീകരണമല്ല, ഓഡിഷൻ വിൽപ്പനയാണ് കൊടുത്തത്, ഒരു സെഗ്മെന്റ് കൊടുത്തത്. മീൻ വിൽക്കാൻ പറഞ്ഞപ്പോ പച്ചാവ മാർക്കറ്റ് അതല്ലേ ഞാൻ ഇവിടെ ഇരിക്കണേന്നല്ലേ. നാലാള് സിനിമക്ക് കയറാനുള്ള കാണിച്ചു കൊടുത്താൽ പറ്റൂല എന്ന് പറയുന്നത് മോശം. മൊത്തത്തിലൊരു ക്യാരക്ടറാണ് കാണിച്ചാള്. അപ്പൊ മീൻ വിറ്റാണ് സിനിമയിലേക്ക് വന്നത് അതെ അല്ലേ? ബ്രേക്ക്. ഇനി നമുക്ക് എല്ലാ റീലിലും കട്ട് ചെയ്യണം. ദിവ്യ തോമസ് മീൻ വിട്ട് സിനിമയിലേക്ക് വന്നു. കച്ചവടത്തിൽ നിന്നും മലയാള സിനിമയിലേക്ക് താരോദയം. ഇപ്പൊ നേരത്തെ വൈഗ ഏറ്റവും ചെറിയ ആളാണ് ലൊക്കേഷനിൽ. അപ്പൊ അതിന് അങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടിയിരുന്നു, ചെറിയ ആളാണ്. സ്വഭാവം ബിജിയിലാണ്. ഇപ്പൊ LKG സ്വഭാവം ബിജിയിലെ കുട്ടികളായിരിക്കും. വൈകിക്ക് നിസാർക്കായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പറയും. എനിക്കത് കുറെ നേരം നിസാർക്ക് ഇങ്ങനെ സംസാരിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് നിസാർക്കായിട്ടുള്ള എല്ലാവരുടെ ഒരു കോമ്പിനേഷൻ എനിക്ക് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം. വൈകിയുടെ ഒരു എക്സ്പീരിയൻസ് പറയാം. വൈഗയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഗ പറയുന്നതിന് മുന്നേ ഒറ്റ സാധനം ഞാൻ, നിസാർക്കയ്ക്ക് ഏറ്റവും ഇഷ്ടം വൈഗയുടെ അമ്മ വരിക എന്ന് പറയുന്നതാണ്. കാരണം അമ്മ വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു പെട്ടി നിറച്ച് ഫ്രൂട്ട്സ് കൊണ്ടാ വരിക. പുള്ളി അത് നോക്കിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണില്ല. ഫാൻ 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 അത് പിന്നെ ഞാനൊരു ഫാൻ കൊണ്ടുവരും. അപ്പൊ അതിനങ്ങനെ ബ്ലേഡ്സ് ഇല്ല, അപ്പൊ അധികം ശബ്ദം ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നല്ല കൂൾ എയർ ആയിരിക്കും കിട്ടുക. അത് പിന്നെ അങ്ങോട്ട് എല്ലാരും മേടിച്ചു തുടങ്ങി, എല്ലാവരുടെ കാണാണ്ടായില്ലേ അത്. നമ്മൾ സാധാരണ സംസാരിക്കും പോലെ പറഞ്ഞാൽ മതി. ഇങ്ങനെ സാധാരണ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ചില അക്ഷരങ്ങളൊക്കെ കൂട്ടി ഒന്നിങ്ങനെ ഷോൾഡറൊക്കെ ഇങ്ങനെ ആക്കി സംസാരിച്ച് ശബ്ദമൊന്നുമില്ല ബാലൻസ് ചെയ്തൊക്കെ സംസാരിക്കുക. ഇതാ വേറൊരു സ്ഥലത്ത് ഇന്റർവ്യൂവിന് ഇങ്ങനെ പരിപാടിക്ക് പറഞ്ഞോണ്ട് ഇപ്പൊ സെറ്റ് ആക്കിയതാ, ക്ലിയർ ആയിട്ട് ലെവൽ. പറഞ്ഞോ, ബാക്കി അല്ലല്ല കോമ്പിനേഷൻ ആദ്യം അതൊക്കെ എനിക്ക് മിങ്കിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചേച്ചിമാര് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല സെറ്റായി. എന്തൊക്കെ പറയണത് ആള് കേൾക്കൂലേ? അടുത്ത ബ്രേക്ക് നിസാർക്കെ ആയിട്ട് സെറ്റാണ് പറയുന്നത്. ആളിടയില് എല്ലാരും ഫാമിലി ഉണ്ടായിരുന്നു. അവിടെ ഇനിയിപ്പോ പെണ്ണുങ്ങളായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് ആയി ചേച്ചിമാര് ആണുങ്ങളായിട്ട് എനിക്ക് എന്താ എടുക്കാറുണ്ടായത്? അങ്ങനെയല്ല, പിന്നെന്താ അങ്ങനൊന്നും പറയാ എന്തിന് ഇൻട്രോവേർട്ടാ. അവള് നല്ല ഡാൻസറാ, നന്നായിട്ട് ഡാൻസ് ചെയ്യും. അവള് കലാതിലകോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നല്ലോണം ഉണ്ട്. ഇപ്പൊ സിനിമയില് വൈക്കം വിജയലക്ഷ്മി ചേച്ചിയും അതുപോലെ വിനീതേട്ടനും സിതാര ചേച്ചിയും ഒക്കെ അതിഗംഭീര പാട്ടുകൾ പാടി. അത് ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് വന്നു. വൈക്കം വിജയലക്ഷ്മി ചേച്ചി പാടിയ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാട്ടുകളുടെ കാര്യം വരുമ്പോൾ ഇവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോൾ ഇവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഒരു ഓക്കെയാണ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. വിജയലക്ഷ്മി ചേച്ചിക്ക് ശരിക്കും അവിടെ വന്ന് കുറേ നേരം ഇത് കഴിഞ്ഞിട്ടും പാട്ട് കേട്ടും കുറേ നേരം നമ്മുടെ കൂടെ കമ്പനിയൊക്കെ കൂടിയിട്ടൊക്കെയാണ് പോയിരിക്കുന്നതെന്ന്. കാണാമലരെ എന്നുള്ള സോങ് കഴിഞ്ഞിട്ട് അത്രയും ഭയങ്കര കുറേ കാലമായിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് സോങ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടാൽ അറിയാമല്ലോ. ഇപ്പോഴത്തെ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ പോയി കയറുന്നതാണ്. വിനീതും അതെ. വിനീതിൻ്റെ ഇത് പറഞ്ഞപ്പോൾ രസം എന്താ വെച്ചാൽ നമ്മൾ ചെന്നൈയിലാണ് റെക്കോർഡ് ചെയ്ത്. അപ്പോൾ അവിടെ ഫുൾ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ബാക്കി എല്ലാ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് പേരിനെ കുറിച്ച് പറയുന്നത്. പേരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്ലാക്ക് ക്ലിക്ലി നസ്രീ തിരിഞ്ഞ് നോക്കി, എന്താ അതിൻ്റെ പേര്? വിനീത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറയുക, എന്താ പേര് എന്ന് വെച്ചപ്പോൾ ക്ലാക്ക് വെച്ചു. പിന്നെ ഒന്നുകൂടി ക്ലാക്ക്. പിന്നെ ഒരു 2-3 മിനിറ്റ് നേരം നോൺ സ്റ്റോപ്പ് ചിരിയാണ് പുള്ളിക്കാരൻ. ചിരിച്ചിട്ട് ഒന്നും ഇങ്ങനെ ശ്വാസം കിട്ടാത്ത രീതിയിൽ ചിരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞിട്ട് നല്ല നല്ല പേര്. അങ്ങനെ ഭയങ്കര രസമായിരുന്നു അത് വിനീതമായിട്ടുള്ളത്. പിന്നെ സിത്താര പിന്നെ ഇവിടുന്ന് പാടി നന്നായിട്ട് നല്ല രസകരമായിട്ട്. അതിപ്പോൾ നല്ല 1 മില്യൺ അടിച്ചിരിക്കുകയാണ് നമ്മുടെ ആ സോങ്, സിത്താര പാടിയിട്ടുള്ള സോങ്. പേരിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പേര് ഫസ്റ്റ് നിസാർക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ നിസാർക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇത് പറയാനറിയണ്ടേ?
വായിൽ വരണ്ടേ? എനിക്കത് പറയാൻ കിട്ടില്ല. ഒന്ന് ഞാൻ പറയാം പേരിന്റെ ലോഞ്ചിങ്ങിന്റെ സമയത്ത് തന്നെ അവർ ഈ കാണിച്ച പേര് എന്നിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഒന്ന് പറയാം ക്ലി നസ്രിയ തിരിഞ്ഞു നോക്കി ഒറ്റടിക്ക് പറയാൻ കഴിയില്ല. ആയി ഇത് ഇതിപ്പോ ഒറ്റയടിക്ക് മാറി. പറയാം. ഇപ്പൊ ഇപ്പം നമ്മളിങ്ങനെ കേട്ട് 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 പഠിച്ച് ഇപ്പൊ സെറ്റ് ഇതായി. അന്ന് ഒരാൾക്ക് ഫസ്റ്റ് നമ്മളുടെ ടൈറ്റിൽ ലോഞ്ചിന്റെ സമയത്ത് പലരും ഇത് സംസാരിക്കുമ്പോൾ ക്ലാക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞ ബ്രേക്ക് ആയിപ്പോയി. നിസാറിനൊന്നും അറിയില്ലായിരുന്നു. കുറെ ഞാൻ പഠിക്കുന്നിടത്തൊന്നും ഈ കഥയില്ല. മുറ്റത്തൊരു മൈന സുരേഷ് തിരി അതൊക്കെ അരിയേട്ടന്റെ കാലത്താണല്ലേ. നമ്മളൊക്കെ തൂക്കിയല്ലോ ജെൻസി 70s 60s. സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശങ്കർ സാറിനെ പോലെ ഒരു എവർഗ്രീൻ ഹീറോ സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശങ്കർ സാറിൻ്റെ ഒരു അപ്രോച്ചും സാറിൻ്റെ ഒരു സപ്പോർട്ടും സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ശങ്കരേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ആദ്യം ഈ വർക്കിൽ തന്നെയാണ്. പക്ഷെ അറിയാം, അദ്ദേഹത്തിന് നേരത്തെ അറിയണം. അപ്പോൾ വിളിച്ചു, നമ്മുടെ ടൈറ്റിൽ ലോഞ്ചിന് വന്നിരുന്നു, നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും വരാറുണ്ട്. പക്ഷെ ആളോട് ഇങ്ങനെ ഒരു ഇതിൽ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളൊന്നും പറഞ്ഞിരുന്നില്ല. ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്തില്ല, ഒരുപാട് ഡീറ്റെയിൽ ചെയ്തില്ല. പുള്ളി എന്തോ ഇഷ്ടമായിട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ്. പിന്നെ ഇവരുടെ കൂടെ ഫുൾ കളിയല്ലേ, ഈ പിള്ളേരുടെ കൂടെ. നിസാറിൻ്റെ കൂടെ അല്ലേ, നിസാർ ഭയങ്കര കുറച്ച് മെച്യൂരിറ്റി ഉള്ള ആളാവുകൊണ്ട് ബാക്കി പിള്ളേരുടെ കൂടെയൊക്കെ ശങ്കരേട്ടൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ശങ്കരേട്ടൻ ഇഷ്ടമുള്ള നിസാർക്കാരനെ കേട്ടോ. അവിടെ ചിരിച്ച് കളിച്ചിരിക്കുന്ന കോമഡി ശങ്കരേട്ടൻ തന്നെ ശരിക്കും ഇതിലൊരു കോമഡി ഇതാണ് വരുന്നത് അദ്ദേഹം. ഇവരൊന്നും പിന്നെ ശങ്കരചേട്ടൻ അങ്ങനെ ശരിക്കും കണ്ടില്ല മക്കള്. ഞാനൊക്കെ ചെറുതിൽ ആസ്വദിച്ചിരുന്നു ശങ്കരചേട്ടനെ. അങ്ങനത്തെ സുഗമോദേവി അതിന് മുന്നുള്ള പടങ്ങൾ ശരിക്കും കണ്ട് ആസ്വദിച്ചു. അല്ല ഞാൻ വെറുതെ പറഞ്ഞ. അപ്പൊ അങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് എനിക്ക് വലിയ ഇവർക്കില്ലാത്തൊരു സുഖം എനിക്കുണ്ട്, സന്തോഷം. സത്യ പുള്ളി അഭിനയത്തിന്റെ കാര്യത്തിൽ പക്ക. കാരണം ഇപ്പൊ ലൊക്കേഷനിൽ ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ എല്ലാവരും ചിരിച്ചു കളിച്ച് ഫ്രണ്ട്ലി ആയിട്ടാണ് ലൊക്കേഷനിൽ പോകുന്നത്. പുള്ളിക്ക് ഷൂട്ടുള്ള ദിവസം ശങ്കരേട്ടൻ ഫസ്റ്റ് വന്നിട്ടുണ്ടാവും. ആ ഷോട്ട് എടുത്ത് അതിന്റെ അടുത്ത ഷോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളി അവിടെ തന്നെ ഇരിക്കും. നമ്മളൊക്കെ പോയിട്ടുണ്ടാവും, ഗോപൊക്കെ ആദ്യം പോയിട്ടുണ്ടാവും, സെറ്റ് എന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ടാവും. മാറി കളിക്കുക അതൊന്നുമില്ല. ഇരുന്ന സാധനം ഭയങ്കര സ്പോട്ടിലേ ഉണ്ടാവും, മാറിപ്പോവില്ല. അതൊക്കെ ഇവർക്ക് ശരിക്കും കണ്ടു പഠിക്കേണ്ട, പുതിയ ജനറേഷനൊക്കെ പഠിക്കേണ്ട ഒരു ഇതാണ്. ഇപ്പം വിട്ട് കഴിഞ്ഞാൽ അപ്പൊ കാരവാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. അത് വേണ്ടാന്നല്ല ഞാനത് പറയുന്നത്, അത് വേണ്ടെന്നല്ല. പക്ഷെ ഈ ഒരു ഇതും കൂടിയും നമ്മൾ പഠിച്ചിരിക്കണം ശരിക്കും. അത്രയും എന്താ പറയുക, അല്ലെങ്കിൽ എത്ര ഇപ്പോൾ കാരവാനിലേക്ക് പോയിട്ട് വിളിക്കാനുള്ള ഒരു ടൈം, ഇവിടുന്ന് പോകുന്നു, കാരവാൻ്റെ പുറത്തുനിന്ന് തട്ടുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിച്ച് ആളെ ഇറക്കി കൊണ്ടുവരുന്നു, അത്രയ്ക്കുള്ള ടൈം നമുക്ക് വേസ്റ്റ് വേണ്ട. ശരിക്കും പ്രൊഡക്ഷൻ അത് ഭയങ്കര ലോസാണ്. അപ്പോൾ അത് ആ ഒരു ടൈം സീൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ടൈം അവിടെ ഇരിക്കാൻ ഇവരൊക്കെ ശ്രമിച്ചാൽ നന്നായിരിക്കും. അല്ല ഇവരൊക്കെ പഠിക്കേണ്ട കാര്യമാണ്, അടുത്ത ഇതിലേക്കൊക്കെ വരേണ്ട പിള്ളേരാണല്ലോ. എന്താ നിസാറേ? അപ്പൊ എന്തായാലും ക്ലാക്ലിക്ക് നസ്രിയെ തിരിഞ്ഞു നോക്കി സിനിമ ഒരു വൻ വിജയമാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഇനി മലയാള സിനിമയിൽ കാണാൻ കഴിയട്ടെ. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ജൂലൈ 3-നാണ് സിനിമയുടെ റിലീസ് അല്ലേ. അപ്പം എല്ലാവരും പോയി കാണുക, സിനിമ സപ്പോർട്ട് ചെയ്യുക. നമുക്കൊക്കെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഇവര്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. എന്തായാലും ജൂലൈ 3 ഒരുപാട് ഒരു 10-60 ചില്ലാനം ആൾക്കാർ, പുതിയ ആൾക്കാരുണ്ട്, ഫ്രഷ് നമ്മളുടെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അവരെല്ലാവരുടെയും ഒരു എന്താണ്, അവരുടെയൊക്കെ എന്താ ചങ്കിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പോൾ. ഓരോരുത്തരും ടക്ക് 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 നമുക്ക് തന്നെ കേൾക്കാം, ഹാർട്ട് ബീറ്റ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് കാരണം പ്രൊഡക്ഷനും കൂടിയും ഗൗതമിനുണ്ടാവുകൊണ്ട് നല്ലോണം ഇതുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരണം. എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം അതിലുണ്ട്. ഇത്രയും ആൾക്കാരെ ആരും പുതുമുഖങ്ങളാന്ന് പറയില്ല. അവരെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.